ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേരള PSC 2015 നടത്തിയ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാൻ പോവാണ്. ഇതൊരു ഓൺലൈൻ എക്സാം ആയിരുന്നു. 15/2015 ആണ്, 2015 ഓൺലൈൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Recommended current density for a copper bus bar which is unenclosed should not exceed. ഇത് ഒരു IE റൂളാണ്. ഇതൊരു IE റൂളിലെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. IE റൂളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ബസ് ബാറിൻ്റെ ഡെൻസിറ്റി കോപ്പർ ബസ് ബാർ ആണെങ്കിൽ അത് 165 ആംപിയർ പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. സപ്പോസ് ഇവിടെ കോപ്പറിന് പകരം നമ്മളോട് അലൂമിനിയം ആണ് ചോദിച്ചിരുന്നതെങ്കിൽ അത് 130 ആംപിയർ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇതാണ് കറണ്ട് ഡെൻസിറ്റി, റെക്കമെൻഡഡ് കറണ്ട് ഡെൻസിറ്റി. ഇതല്ലാതെ IE റൂള് ബസ് ബാറുമായി ബന്ധപ്പെട്ട് കുറച്ച് IE റൂൾസും കൂടെ ഞാൻ പറയാം. ഒന്ന്, ബസ് ബാർ എപ്പോഴും നമ്മൾ 2.75 മീറ്ററിൽ ഹൈറ്റ് 2.75 മീറ്ററിൽ താഴെ ആവാൻ പാടില്ല. നോട്ട് ലെസ് ദാൻ 2.75 സെൻറ്റിമീറ്റർ. അതേപോലെ തന്നെ ഇത് ഒന്നെങ്കിൽ അലൂമിനിയം കണ്ടക്ടർ ആയിരിക്കണം, അതല്ലെങ്കിൽ കോപ്പർ കണ്ടക്ടർ ആയിരിക്കണം. ഈ അലൂമിനിയം കണ്ടക്ടറിൻ്റെ കറണ്ട് ഡെൻസിറ്റി നമ്മൾ പറഞ്ഞു 130 ആംപിയർ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. അത് കോപ്പർ ആണെങ്കിൽ 160 ആംപിയർ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. അതേപോലെ ഫേസിൻ്റെയും ന്യൂട്രലിൻ്റെയും ഡയമെൻഷൻസ് സെയിം ആയിരിക്കുകയും വേണം. ഫേസിൻ്റെയും ന്യൂട്രലിൻ്റെയും ഡയമെൻഷൻസ് സെയിം ആയിരിക്കുകയും വേണം. ഇതാണ് ബസ് ബാറുമായി ബന്ധപ്പെട്ട കുറച്ച് IE റൂൾസ്. Question number 2. In which type of winding a long coil of sufficient length is first wound and then inserted in one slot and the remainder of the length is turned and inserted in the adjacent slot? അത് വായിക്കുമ്പോൾ വലിയ കൺഫ്യൂഷൻസ് ഒക്കെ തോന്നുമെങ്കിലും ഇതൊരു ടൈപ്പ് ഓഫ് വൈൻഡിങ് ആണ്. ഈ വൈൻഡിങ്ങിനെ പറയുന്ന പേരാണ് സ്കീൻ വൈൻഡിങ് എന്ന് പറയും. നമുക്ക് പല ടൈപ്പ് രീതിയിലുള്ള വൈൻഡിങ്ങുകൾ നമ്മൾ ചെയ്യും. അതിനകത്ത് സ്കീൻ വൈൻഡിങ്ങിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ സ്കീൻ വൈൻഡിങ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. റൈറ്റ്. ഫസ്റ്റ് ലോങ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള കോയിൽ വൗണ്ട് ചെയ്തിട്ട് അതൊരു സ്ലോട്ടിൽ ഇൻസേർട്ട് ചെയ്തിട്ട് റിമൈൻഡർ ഓഫ് ദ ലെങ്ത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റൻറ്റ് സ്ലോട്ടിൽ ഇൻസേർട്ട് ചെയ്യുക. ഇതിനെയാണ് സ്കീൻ വൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ബാക്കിയുള്ള വൈൻഡിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഇൻവല്യൂട്ട് കോയിൽ വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരാത്ത ഒരു വൈൻഡിങ് ഉണ്ട്, അതാണ് ഡയമണ്ട് വൈൻഡിങ് എന്ന് പറയും. ഡയമണ്ട് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് വേറൊന്നുമല്ല, അതിൻ്റെ ഷേപ്പ് ഡയമണ്ട് ഷേപ്പാണ്. ഡയമണ്ട് ഷേപ്പിൽ നമ്മൾ വൈൻഡ് ചെയ്യുന്ന വൈൻഡിങ്ങിനെയാണ് ഡയമണ്ട് വൈൻഡിങ് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് ഡയമണ്ട് വൈൻഡിങ് ചെയ്തിട്ട് അതിൻ്റെ എൻഡുകളെല്ലാം ഇൻവല്യൂട്ട് ഷേപ്പിലേക്ക് മാറ്റുന്നതിനെയാണ് ഇൻവല്യൂട്ട് വൈൻഡിങ് എന്ന് പറയുന്നത്. ഇൻവല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർവ് ഷേപ്പാണ്. അപ്പോൾ ഇൻവല്യൂട്ട് ഷേപ്പിലേക്ക് മാറ്റും. പക്ഷേ ഫസ്റ്റ് വൗണ്ട് ചെയ്യുന്നത് ഡയമണ്ട് വൈൻഡിങ് ഷേപ്പിലായിരിക്കും. ഡയമണ്ട് വൈൻഡിങ് ഷേപ്പിൽ ചെയ്തിട്ട് അതിനെ ഇൻവല്യൂട്ട് ഷേപ്പിലേക്ക് മാറ്റുന്നതാണ് ഇൻവല്യൂട്ട് കോയിൽ വൈൻഡിങ് എന്ന് പറയുന്നത്. ഇൻവല്യൂട്ടിലേക്ക് മാറ്റുന്നതല്ല, അതിൻ്റെ എഡ്ജുകളെല്ലാം ഇൻവല്യൂട്ട് ആക്കുന്നത്. ചെയിൻ വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിലിലേക്ക് അടുത്ത കോയിൽ ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് വൈൻഡിങ് ഇസ് കോൾഡ് ചെയിൻ വൈൻഡിങ്. ഒരു വൈൻഡിങ്ങിൽ അടുത്ത വൈൻഡിങ് ഓവർലാപ്പ് ചെയ്യുന്നു. റെഡി. ബാസ്ക്കറ്റ് വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഓരോ വൈൻഡിങ്ങും ബാസ്ക്കറ്റിനെ പോലെ ഉണ്ടായിരിക്കും. അതാണ് ബാസ്ക്കറ്റ് വൈൻഡിങ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഈ പല ടൈപ്പ് വൈൻഡിങ്ങുകൾ. ഇതിലില്ലാത്തൊരു വൈൻഡിങ് ആണ് ഡയമണ്ട് വൈൻഡിങ്. അതിൻ്റെ ഷേപ്പ് ഡയമണ്ട് ഷേപ്പ് ആണെന്ന് മാത്രം. then question number 3. If single phasing occurs during running of a 3-phase induction motor, then സിംഗിൾ ഫേസിങ് ഇൻ എ 3-phase ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-phase ഇൻഡക്ഷൻ മോട്ടർ നോർമലി വർക്ക് ചെയ്യുന്നത് 3-phase സപ്ലൈയിലാണ്. സപ്പോസ് ഈ 3-phaseനകത്ത് ഒരു ഫേസ് എന്തായി മാറി, കട്ടായിപ്പോയി. ഒരു ഫേസ് എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ബാക്കി അത് 2 ഫേസിൽ. ഇതിനെയാണ് സിംഗിൾ ഫേസിങ് എന്ന് പറയുന്നത്. അല്ലാതെ സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യുന്നതിനല്ല, ഒരു ഫേസ് പോയിട്ട് ഉണ്ടാകുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ സിംഗിൾ ഫേസിങ് എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ ഫേസിങ് സംഭവിക്കുന്ന സമയത്ത് നോർമലി മോട്ടർ ലോവർ സ്പീഡിൽ റൺ ചെയ്യും. അത് റൺ ചെയ്യും, ലോവർ സ്പീഡിൽ റൺ ചെയ്യും, റൺ അറ്റ് ലോവർ സ്പീഡ്. പക്ഷേ ഈ റൺ അറ്റ് ലോവർ സ്പീഡ് എന്ന് ഞാൻ പറഞ്ഞു, അത് ലോഡിനെ ഡിറ്റർമിൻ ചെയ്യും. അത് റൺ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അപ്പോൾ ലോഡ് അനുസരിച്ചാണ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ലോഡ്, അത് ചെയ്യുകയോ റൺ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. റെഡി. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. അത് റൺ ചെയ്യും. ഒന്നെങ്കിൽ ചിലപ്പോൾ ഓപ്ഷനിൽ മോട്ടർ റൺ അറ്റ് ലോവർ സ്പീഡ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലോഡ്, ഇറ്റ് മേ ഓർ മേ നോട്ട് റൺ. അതേപോലെ തന്നെ അതിൻ്റെ കറണ്ട് അതെന്ത് ചെയ്യും, ലാർജ് കറണ്ട് വിഡ്രോ ചെയ്യാനും വൈൻഡിങ് ബേൺ ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. റെഡി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു അൺഈവൻ ടോർക്കിലാണ്.
കാരണം ഒരു ഫേസ് കട്ടായി. അപ്പോൾ ഒരു നോർമൽ ഒരു അൺഈവൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇറഗുലർ ആയിട്ടുള്ള ടോർക്കിലാണ് അത് കറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലാർജ് കറണ്ട് വിഡ്രോ ചെയ്യാനും അതേപോലെ തന്നെ വൈൻഡിങ് ബേൺ ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. റൈറ്റ്. അപ്പോൾ ഇതിന് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല ഹമ്മിങ് നോയ്സ് ഉണ്ടാവും. ആ സമയത്ത് ഹമ്മിങ് നോയ്സ് ഉണ്ടാവും സിംഗിൾ ഫേസിങ് സിറ്റുവേഷൻ. അപ്പോൾ എന്താണ് സിംഗിൾ ഫേസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഫേസ് മോട്ടറിനകത്ത് ഒരു ഫേസ് ഒരു നഷ്ടപ്പെട്ടു പോകുന്ന സിറ്റുവേഷനെയാണ് സിംഗിൾ ഫേസിങ് എന്ന് പറയുന്നത്. ദെൻ ബുക്കോൾസ് റിലേ ഓപ്പറേറ്റ്സ് ഓൺ. ബുക്കോൾസ് റിലേ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള റിലേ ആണ്. ട്രാൻസ്ഫോമറിൻ്റെ പ്രൊട്ടക്ഷന് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ട്രാൻസ്ഫോമർ ഓയിൽ പാരാമീറ്റേഴ്സ്. അപ്പോൾ അതായത് ഒരു ഫാൾട്ട് ഒക്കർ ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫോമർ ഓയിലിനകത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു ഫാൾട്ട് ഒക്കർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ട്രാൻസ്ഫോമർ ഓയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് കാരണം ഇതിനകത്ത് ഗ്യാസ് ബബിൾസ് ക്രിയേറ്റ് ആവും. ഈ ഗ്യാസ് ബബിൾസിനെ ട്രാൻസ്ഫോമറായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ബുക്കോൾസ് റിലേയിൽ കളക്ട് ചെയ്യും. ഈ ഗ്യാസ് ബബിൾസിൻ്റെ പ്രഷർ ബേസ് ചെയ്തിട്ട് ആണ് നമ്മുടെ ബുക്കോൾസ് റിലേ ആക്ടിവേറ്റ് ആവുന്നത്. സോ അപ്പോൾ ബുക്കോൾസ് റിലേ വർക്ക് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദി ഗ്യാസ് പ്രഷർ ബേസ് ചെയ്തിട്ടാണ് ബുക്കോൾസ് റിലേ വർക്ക് ചെയ്യുക. The cooling oil used in a transformer should have cooling oil of a transformer. ട്രാൻസ്ഫോമറിൽ യൂസ് ചെയ്യുന്ന കൂളിംഗ് ഓയിലിന് ഒന്ന് നല്ല ഹൈ ഡൈലക്ട്രിക് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. ഡൈലക്ട്രിക് സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കണം. അതേപോലെ തന്നെ സ്പെസിഫിക് റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കണം. ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസ്. അതേപോലെ തന്നെ അത് മോയ്സ്ചർ ഫ്രീ ആയിരിക്കണം. അതേപോലെ ലോ അസിഡിറ്റി വളരെ കുറവായിരിക്കണം. ലോ വിസ്കോസിറ്റി കുറവായിരിക്കണം. വെരി ഹൈ ഫ്ലാഷ് പോയിന്റ് വളരെ വലിയൊരു വാല്യൂ ആയിരിക്കണം. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഒരു ട്രാൻസ്ഫോമർ ഓയിലിന് ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. റൈറ്റ്. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ പാടില്ല, നല്ല ഹീറ്റ് കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കണം, നല്ല ഫയറിംഗ് പോയിന്റ് ഉണ്ടായിരിക്കണം, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കണം. ഞാൻ ആ പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇൻസുലേഷൻ റെസിസ്റ്റൻസും വളരെ കൂടുതലായിരിക്കണം. ഇത്രയാണ് ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ പ്രോപ്പർട്ടീസ്. Then the maximum value of a torque that a synchronous motor can develop without losing its synchronism is known as pull-out torque. ഇതല്ലാതെ ബാക്കിയുള്ള ടോർക്ക് എന്ന് വെച്ചാൽ പുള്ളിങ് ടോർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിങ്ക്രണൈസത്തിലേക്ക് പുൾ ഇന്നാണ്. സിങ്ക്രണൈസ് സ്പീഡിലേക്ക് പുള്ളിങ് ചെയ്യുന്ന സമയത്തുള്ള ടോർക്കാണ് പുള്ളിങ് ടോർക്ക്. അതായത് ലോഡിനെ സിങ്ക്രണസ് സ്പീഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിങ് ചെയ്യുന്ന സമയത്തുള്ള ടോർക്കാണ് സിങ്ക്രണസ് ടോർക്ക്. റൈറ്റ്. റേറ്റഡ് വോൾട്ടേജിലും റേറ്റഡ് ഫ്രീക്വൻസിയിലും റേറ്റഡ് വോൾട്ടേജിലും കിട്ടുന്ന മാക്സിമം ടോർക്കിനെയാണ് നമ്മൾ ബ്രേക്കിംഗ് ടോർക്ക് എന്ന് പറയാം. റെഡി. ഇനി സിങ്ക്രണസ് സ്പീഡിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്ന സമയത്തുള്ള സ്പീഡിനെയാണ് സിങ്ക്രണൈസിങ് ടോർക്ക് എന്ന് പറയാം. സിങ്ക്രണസ് സ്പീഡിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന സമയത്തുള്ളതാണ് സിങ്ക്രണൈസിങ് ടോർക്ക്. അത് പുൾ ഔട്ട് ചെയ്തിട്ടുള്ള സമയത്തുള്ള ടോർക്കാണ് പുൾ ഔട്ട് ടോർക്ക്. റെഡി. അതായത് വിത്തൗട്ട് ലൂസിങ് സിങ്ക്രണൈസം ലൂസ് ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കുന്ന ടോർക്ക്. ദ ട്രാൻസ്ഫോമർ ഹൂസ് സെക്കൻഡറി ഈസ് നോട്ട് ഐസൊലേറ്റഡ് ഫ്രം ദ പ്രൈമറിയിൽ നിന്നും സെക്കൻഡറി ഐസൊലേറ്റ് ചെയ്യാത്ത ട്രാൻസ്ഫോമർ വിച്ച് ഈസ് ആൻ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ സിംഗിൾ വൈൻഡിങ് ട്രാൻസ്ഫോമർ ആണ് നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും ആക്ട് ചെയ്യുന്നത് ഒരൊറ്റ വൈൻഡിങ് ആണ്. അപ്പോൾ അത് പ്രൈമറിയും സെക്കൻഡറിയും ഇലക്ട്രിക് എന്ത് ചെയ്തിട്ടില്ല, ഐസൊലേറ്റ് ചെയ്തിട്ടില്ല. ദാറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ആർ കോൾഡ് auto transformers. In the magneto-generator type insulation tester, it's nothing but a megger. The handle is cranked at a speed of 160 rpm. The light meter measures. Light meter measure ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് മീറ്ററിന് മറ്റൊരു പേരാണ് ലക്സ് മീറ്റർ. ഇപ്പോൾ ലക്സ് ഏത് യൂണിറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലുമിനൻസ്. ലൈറ്റ് മീറ്റർ മെഷർ ചെയ്യുന്നത് ഇലുമിനൻസ് ആണ്. ലുമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു ലൈറ്റ് ഒബ്ജക്റ്റിൻ്റെ ബ്രൈറ്റ്നെസ് ആണ് നമ്മൾ ആക്ച്വലി ലുമിനൻസിൽ പറയാം. ലുമിനസ് ഫ്ലക്സ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് സോളിഡ് ആംഗിളിൽ റേഡിയേറ്റ് ചെയ്യുന്ന ലുമിനസ് ഫ്ലക്സിനെ പറയുന്ന പേരാണ് ലുമിനസ് ഇൻറ്റൻസിറ്റി. യൂണിറ്റ് സോളിഡ് ആംഗിളിൽ റേഡിയേറ്റ് ചെയ്യുന്ന ലുമിനസ് ഫ്ലക്സിനെ പറയുന്ന പേരാണ് ലുമിനസ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ലുമിനസ് ഫ്ലക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ റേഡിയേറ്റ് ചെയ്യുന്ന ലൈറ്റ് എനർജിയെ പറയുന്ന പേരാണ് ലുമിനസ് ഫ്ലക്സ്. ഒരു സെക്കൻഡിൽ റേഡിയേറ്റ് ചെയ്യുന്ന ലൈറ്റ് എനർജി. റൈറ്റ്. ദെൻ
A servo voltage stabilizer provides constant voltage to an accuracy error. Servo voltage stabilizer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് 0.5% to 1%. 0.5% to 1%. പ്ലസ് ഓർ മൈനസ് ആണ് നമ്മൾ പറയുക ആക്യുറസി. പ്ലസ് ഓർ മൈനസ് 0.5% to പ്ലസ് ഓർ മൈനസ് 1%. ഇവിടെ ഓപ്ഷൻ ഒന്ന് തിരിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. That submersible pumps comes under the category of submersible pump എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ ഇറക്കി വെക്കുന്ന പമ്പാണ് സബ്മേഴ്സിബിൾ പമ്പ് എന്ന് പറയുന്നത്. സബ്മേഴ്സിബിൾ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആക്ച്വലി മൾട്ടി സ്റ്റേജ് ആയിട്ടുള്ള ഒരു സെൻട്രിഫ്യൂഗൽ പമ്പാണ്. ഇത് ഒരു മെക്കാനിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി സെൻട്രിഫ്യൂഗൽ പമ്പാണ്. അത് വെർട്ടിക്കൽ പൊസിഷനിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പമ്പാണ് സബ്മേഴ്സിബിൾ പമ്പ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി സെൻട്രിഫ്യൂഗൽ പമ്പാണ്. മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ പമ്പാണ് ആക്ച്വലി സബ്മേഴ്സിബിൾ പമ്പ്. ജെറ്റ് പമ്പ് എന്ന് പറയുന്നത് ജെറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്, നമ്മളൊരു എന്താ പറയുക, ഒരു ടർബൈനിലേക്കൊക്കെ ജെറ്റ് ആയിട്ട് ആ ഒരു പ്രഷറിൽ വരുന്ന പമ്പാണ് ജെറ്റ് പമ്പ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ പിസ്റ്റണിൽ നിന്ന് പുള്ളിങ്ങും സക്കിങ് സക്കൗട്ട് രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ഇങ്ങനെ ഒരു നമ്മളൊരു പിസ്റ്റൺ പോലത്തെ ഒരു അറേഞ്ച്മെന്റ് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ സക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് വരും, പ്രഷർ ചെയ്യുന്ന സമയത്ത് മേലേക്ക് പോകും. ഇതാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്നത്. മോണോബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന പമ്പാണ് മോണോബ്ലോക്ക് പമ്പ്. റൈറ്റ്. ദ സൈസ് ഓഫ് ദി ട്രാൻസ്ഫോമർ യൂസ്ഡ് ഇൻ എ ബാറ്ററി ചാർജർ ഡിപ്പെൻഡ്സ് അപ്പോൺ. ബാറ്ററി ചാർജറിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. നോർമലി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, ബാറ്ററി ചാർജറിൽ യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന് കൂടെ ഒരു ബ്രിഡ്ജ് റെക്ടിഫയറും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ആക്ച്വലി ബാറ്ററിയുടെ ചാർജിങ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോർമലി എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ട്രാൻസ്ഫോമർ റേറ്റിംഗ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയുടെ പവർ ബേസ് ചെയ്തിട്ടാണ്. ബാറ്ററിയുടെ പവർ, എത്ര പവറുള്ള ബാറ്ററിയാണോ നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്നത് അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്, ട്രാൻസ്ഫോമറിൻ്റെ സൈസ് തീരുമാനിക്കുന്നത്. ദെൻ അക്കോർഡിംഗ് ടു ഐ റൂൾ എ ക്ലിയർ സ്പേസ് ഓഫ് നോട്ട് ലെസ് ദാൻ ഡാഷ് ഇൻ വിഡ്ത്ത് ഷാൾ ബി പ്രൊവൈഡഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി സ്വിച്ച് ബോർഡ്. എത്ര ഇൻ ഫ്രണ്ട് ഓഫ് സ്വിച്ച് ബോർഡിൽ എത്ര ക്ലിയറൻസ് വേണം എന്നുള്ളതാണ്. ഇത് ഐ റൂളിലെ സെക്ഷൻ 51 ആണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഐ റൂൾ സെക്ഷൻ 51 പ്രകാരം ഇറ്റ്സ് നോട്ട് ലെസ് ദാൻ 1 മീറ്റർ. ഇതാണ് ഐ റൂൾ പറയുന്നത്. പക്ഷേ ഐ റൂൾ ഈ പറയുന്ന വാല്യൂസ് ഒന്നും ഇല്ല കേട്ടോ. ഐ റൂൾ പറയുന്ന വാല്യൂ 1 മീറ്റർ ആണ്. അപ്പോൾ ഇതിൽ 1 മീറ്ററിൽ അപ്രോക്സിമേറ്റ് അടുത്ത് വരുന്നത് 91.44 ആണ്. അതുകൊണ്ട് നമുക്ക് ആൻസർ PSC കൊടുത്ത ആൻസർ 91.44 ആണ്. റൈറ്റ്. As per I rule 1 meter ആണ്. To solder parts and terminals of medium size, the soldering iron used should be 60 watt. നോർമലി നമ്മൾ 60 വാട്ടിൻ്റെ സോൾഡറിങ് അയൺ ആണ് അത്തരം നോർമൽ മീഡിയം സൈസുള്ള സാധനങ്ങളെല്ലാം സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് സോൾഡറിങ് അയണിൻ്റെ ഇത് തീരുമാനിക്കുന്നത് അതിൻ്റെ വാട്ടേജ് ആണ്. റൈറ്റ്. The size of binding wire used for binding insulator in overhead lines should not be less than 2 square mm. That's also a single line statement from NEC. The fusible plug fitted on the top of the electrical geyser casing 2. ഇലക്ട്രിക്കൽ ഗീസറിൻ്റെ മുകളിൽ ഒരു ഫ്യൂസിബിൾ പ്ലഗ് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഇലക്ട്രിക്കൽ ഗീസറിൻ്റെ ഉള്ളിലുള്ള വാട്ടറിൻ്റെ അത് ഓവർ ഹീറ്റിംഗ് നിന്നും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ഓവർ ഹീറ്റിംഗ് പ്രിവെൻഷനാണ്. റെഡി. അതേപോലെ തന്നെ ആ ബോയിലറിനകത്തുള്ള അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഓവർ പ്രഷറിനെയും ഓവർ ഹീറ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓവർ ഹീറ്റിൽ നിന്നും ഓവർ ടെമ്പറേച്ചറിൽ നിന്നും ഓവർ പ്രഷറിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫ്യൂസിബിൾ പ്ലഗ് യൂസ് ചെയ്യുന്നത്. റിലീസ് ദ പ്രഷർ ഇൻസൈഡ് ദ ടാങ്ക് ഇൻ കേസ് ഓഫ് തെർമോസ്റ്റാറ്റ് ഫെയിൽ. ദാറ്റ് മീൻസ് പ്രഷർ റിലീസ് ചെയ്യാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് വീസ്റ്റൺ ബ്രിഡ്ജ് റെസിസ്റ്റൻസ് ഇൻ ദ റേഞ്ച് ഓഫ് വീസ്റ്റൺ ബ്രിഡ്ജ് റെസിസ്റ്റൻസ് മെഷർമെൻറ്റ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ohm to 1 mega ohm റേഞ്ചിൽ വരുന്ന റെസിസ്റ്റൻസ് ആണ് നോർമലി മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് നോർമലി യൂസ് ചെയ്യുന്നത്. നമുക്കിതല്ലാതെ ലോ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസും കൂടി ഉണ്ട്. ലോ റെസിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ബൈ യൂസിങ് കെൽവിൻ ഡബിൾ ബ്രിഡ്ജ്. ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്രിഡ്ജാണ് കെൽവിൻ ഡബിൾ ബ്രിഡ്ജ്. കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്, ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. Then the heat generated in a conductor by the flow of an electric current is proportional to square of the current, the resistance of the conductor and the time which the current flows.
This is stated by Joule's law. H is proportional to or H is equal to I square RT is called as Joule's law. Right. In case of double squirrel cage induction motor, the outer cage is double squirrel cage induction motor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റോട്ടറിനകത്ത് പാരലായിട്ട് 2 വൈൻഡിങ്ങുകൾ ഉണ്ടാവും. ഇതിൻ്റെ റോട്ടറിനകത്ത് പാരലായിട്ടുള്ള 2 വൈൻഡിങ്ങുകൾ ഉണ്ടാവും. റെഡി? അപ്പോൾ അതായത് ഒരു റോട്ടറിനകത്ത് 2 ഇൻഡിപെൻഡൻറ്റ് കേജസ് ഉണ്ടാവും. ആ 2 ഇൻഡിപെൻഡൻറ്റ് കേജസിൽ ആണ് നമ്മൾ ഈ 2 വൈൻഡിങ്ങുകളും ചെയ്യുന്നത്. റൈറ്റ്? അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് കറണ്ട് വളരെ ലോയും അതേപോലെ തന്നെ സ്റ്റാർട്ടിങ് ടോർക്ക് വളരെ ഹൈ ആയിരിക്കും. സ്റ്റാർട്ടിങ് കറണ്ട് ലോ ആണ്, ബട്ട് സ്റ്റാർട്ടിങ് ടോർക്ക് വളരെ ഹൈ ആയിരിക്കും. റൈറ്റ്? അപ്പോൾ ഈ ഒരു സ്ക്വിറൽ ഇൻഡക്ഷൻ ഔട്ടർ കേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ കേജിൻ്റെ റെസിസ്റ്റൻസ് ഹൈ റെസിസ്റ്റൻസ് ലോ റിയാക്ടൻസ് വൈൻഡിങ് ആണ് നമ്മൾ ഔട്ടറിൽ ചെയ്യുന്നത്. ഔട്ടർ കേസിൽ ഹൈ റെസിസ്റ്റൻസും ലോ റിയാക്ടൻസും അതേപോലെ തന്നെ ക്രോസ് സെക്ഷണൽ ഏരിയ വളരെ സ്മോൾ ആയിരിക്കും. സ്മോൾ ക്രോസ് സെക്ഷണൽ ഏരിയ. ഈ 3 കാര്യങ്ങളാണ് ഔട്ടർ വൈൻഡിങ്ങിൻ്റെ പ്രത്യേകത. ഔട്ടർ വൈൻഡിങ് അല്ല, ഔട്ടർ കേജിൻ്റെ പ്രത്യേകത. ദ പ്രോപ്പർട്ടി retentivity of material is useful for the construction of permanent magnets. Why? നമ്മൾ റിട്ടൻറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസേഷൻ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് നമ്മൾ സപ്ലൈ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് റെസിഡ്വൽ ആയിട്ടുണ്ടാവുന്ന മാഗ്നറ്റിസത്തെ പറയുന്ന പേരാണ് റിട്ടൻറ്റിവിറ്റി. ഈ റിട്ടൻറ്റിവിറ്റി അല്ലെങ്കിൽ ഈ റെസിഡൽ മാഗ്നറ്റിസം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സസീവ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഫോഴ്സിനെ പറയുന്ന പേരാണ് കോസിവിറ്റി. ഇതാണ് റിട്ടൻറ്റിവിറ്റിയും കോസിവിറ്റിയും. അപ്പോൾ ഈ റെസിഡൽ മാഗ്നറ്റിസം എന്നുള്ള ആളാണ് റിട്ടൻറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റെസിഡൽ മാഗ്നറ്റിസം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാഗ്നറ്റിസം അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് ആരുടെ പ്രോപ്പർട്ടിയാണ്? പെർമനന്റ് മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് റിട്ടൻറ്റിവിറ്റി കൂടുതലുള്ള മെറ്റീരിയൽ നമ്മൾ നോർമലി എന്തിനു വേണ്ടി യൂസ് ചെയ്യും? പെർമനന്റ് മാഗ്നറ്റിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ദ ലീക്കേജ് ഫ്ലക്സ് ഇൻ എ ട്രാൻസ്ഫോമർ ഡിപ്പെൻഡ്സ് അപ്പോൺ. ദ ലീക്കേജ് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ട്രാൻസ്ഫോമറിൻ്റെ കോറിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്ലക്സ് ലിങ്കേജ് നടക്കുന്നത്. പക്ഷേ ചില കുറഞ്ഞ വാല്യൂ ഫ്ലക്സ് നമ്മളുടെ ട്രാൻസ്ഫോമറിൻ്റെ കണ്ടക്ടറിൽ കൂടെയും നടക്കും. ഈ ഫ്ലക്സിൽ കണ്ടക്ടറിലൂടെ ഉണ്ടാകുന്ന ഫ്ലക്സിനെ പറയുന്ന പേരാണ് ലീക്കേജ് ഫ്ലക്സ്. അത് ലീക്കേജ് ഫ്ലക്സ് ആണ്. നമുക്ക് ആക്ച്വലി ഫ്ലക്സ് ലിങ്കേജ് നടക്കേണ്ടത് കോറിലാണ്. പക്ഷേ കണ്ടക്ടറിനകത്ത് ഫ്ലക്സ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീക്കേജ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലീക്കേജ് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വോൾട്ടേജ്, ഫ്രീക്വൻസി ആൻഡ് പവർ ഫാക്ടർ. പവർ ഫാക്ടറിനെയും ഫ്രീക്വൻസിയും വോൾട്ടേജിനെയും ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്ന ആളല്ല ആര്? ഈ ഒരു നമ്മളുടെ ലീക്കേജ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഓഫ് വോൾട്ടേജ്, ഫ്രീക്വൻസി ആൻഡ് പവർ ഫാക്ടർ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. ലീക്കേജ് ഫ്ലക്സ് ഓഫ് ട്രാൻസ്ഫർ ഡിപ്പെൻഡ് അപ്പോൺ എന്ന് പറഞ്ഞാൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ലോഡ് കറണ്ടിനെ മാത്രമാണ്. ക്ലിയർ? വോൾട്ടേജിൽ ഡിപ്പെൻഡ് ചെയ്യില്ല, ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യില്ല, പവർ ഫാക്ടറിനെയും ഡിപ്പെൻഡ് ചെയ്യില്ല. ക്ലിയർ? The slip ring of a wound motor machines are made up of brass. അതേപോലെ തന്നെ brushes are made up of graphite. Brushes are made up of graphite. In large generator, hydrogen is used as. വലിയ ജനറേറ്ററിൽ ഹൈഡ്രജൻ എന്തിന് യൂസ് ചെയ്യുന്നു ചോദിച്ചാൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ടും അല്ലെങ്കിൽ കൂളിംഗ് മെറ്റീരിയലുമായിട്ടാണ് നമ്മൾ ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നത്. നോർമലി ഹൈഡ്രജൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. വളരെ ഏത് ഗ്യാസിനെ കമ്പയർ ചെയ്യുന്ന സമയത്തും ഹൈഡ്രജനെ തെർമൽ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ആപ്ലിക്കേഷൻസിൽ വളരെ വലിയ കേസുകളിലൊക്കെ ചാർജ് ജനറേറ്ററിൻ്റെ കേസുകളിലൊക്കെ നമ്മൾ ഹൈഡ്രജൻ എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും? ഇൻസുലേറ്റിംഗ് മെറ്റീരിയലായിട്ടും കൂളിംഗ് മീഡിയമായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇത് തെർമൽ പവർ പ്ലാന്റുകളൊക്കെ നോർമലി യൂസ് ചെയ്യാറുണ്ട്. വളരെ വലിയ പ്ലാന്റുകളൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. കാരണം നമുക്കത് ഈസിയാണ് ഹാൻഡിൽ ചെയ്യാൻ. അതേപോലെ തന്നെ വരുന്ന വേറൊരു ഗ്യാസാണ് SF6, സൾഫർ ഹെക്സാ ഫ്ലോറൈഡ്. ഇത് നമ്മൾ നോർമലി സ്വിച്ച് ഗിയറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാസാണ് SF6 എന്ന് പറയുന്നത്, നമ്മൾ സർക്യൂട്ട് ബ്രേക്കറുകളൊക്കെ. ദെൻ ഹയസ്റ്റ് പവർ ഫാക്ടർ ക്യാൻ ബി എക്സ്പെക്റ്റഡ് ഇൻ വിച്ച് മെത്തേഡ് ഓഫ് ഹീറ്റിംഗ്? ഇത് 4 മെത്തേഡ് ഓഫ് ഹീറ്റിംഗ് ആണ്. ഇലക്ട്രിക് ഹാർട്ട് ഹീറ്റിംഗ്, ഡൈഇലക്ട്രിക് ഹീറ്റിംഗ്, ഇൻഡക്ഷൻ ഹീറ്റിംഗ്, അതേപോലെ തന്നെ റെസിസ്റ്റൻസ് ഹീറ്റിംഗ്. ഇത് 4 ഹീറ്റിംഗ് മെത്തേഡുകളാണ്. അപ്പോൾ ആർക്ക് ഹീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോഡ് ബേസ് ചെയ്തിട്ടുള്ള ഹീറ്റിങ്ങിനെയാണ് നമ്മൾ ആർക്ക് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് എന്ത്? ഡൈഇലക്ട്രിക് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് ഡൈഇലക്ട്രിക് ഹീറ്റിംഗ്. അതേപോലെ ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് ഇൻഡക്ഷൻ ഹീറ്റിംഗ്. റെസിസ്റ്റൻസ് ഹീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I2R മെത്തേഡ്.
അതായത് പ്യുവർ റെസിസ്റ്റീവ് മെത്തേഡിലൂടെ ഹീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസിസ്റ്റൻസ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. പ്യുവർ റെസിസ്റ്റീവ് ആവുന്ന സമയത്ത് പവർ ഫാക്ടർ നിയർലി 1 ആണ്, പവർ ഫാക്ടർ വളരെ നിയർലി 1 ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹൈയസ്റ്റ് പവർ ഫാക്ടർ നമുക്ക് എവിടെ അച്ചീവ് ചെയ്യാൻ പറ്റും, റെസിസ്റ്റൻസ് ഹീറ്റിങ്ങിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ് ഈസ് യൂസ്ഡ് ഇൻ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു, ഇറ്റ്സ് യൂസ്ഡ് ഇൻ സ്വിച്ച് ഗിയർ ആസ് എ കൂളിംഗ് ഏജന്റ്. In automobile electrical system where alternators are used as power source, the negative terminal is earthed. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ റെക്ടിഫയറിനും ട്രാൻസിസ്റ്ററിനൊക്കെ ഡാമേജ് ഇല്ലാതെ അതിന് ഡാമേജിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനെ നമ്മൾ നെഗറ്റീവ് ടെർമിനൽ എർത്ത് ചെയ്യുന്നത്. ഓക്കെ, ദെൻ മാഗ്നറ്റിക് ഓവർലോഡ് റിലേസ് ഓപ്പറേറ്റ് ഫാസ്റ്റർ ദാൻ ബൈമെറ്റാലിക് റിലേ ബിക്കോസ് മാഗ്നറ്റിക് ഓവർലോഡ് റിലേ ഓപ്പറേറ്റ്സ് ഓൺ. മാഗ്നറ്റിക് ഓവർലോഡ് റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തിട്ട്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിനെ ഡിറ്റക്ട് ചെയ്തിട്ട്, ബൈ ഡിറ്റക്റ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിനെ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന റിലേ ആണ് മാഗ്നറ്റിക് ഓവർലോഡ് റിലേ എന്ന് പറയുന്നത്. അപ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആരെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഫ്ലോ ബേസ് ചെയ്തിട്ടാണ് ആരെ ജനറേറ്റ് ചെയ്യുന്നത്, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ജനറേറ്റ് ചെയ്യുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിലേ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് മാഗ്നറ്റിക് ഓവർലോഡ് റിലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യുന്ന ആരാണ്, കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. 3-phase squirrel cage induction motor with high slip, high starting torque and relatively low starting current comes under the class of. നമുക്ക് 3-phase squirrel cage induction motor 4 ക്ലാസ്സിലാണുള്ളത്. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ആൻഡ് ക്ലാസ് ഡി. ക്ലാസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സ്റ്റാർട്ടിംഗ് ടോർക്ക്, അതേപോലെ തന്നെ ഹയർ സ്റ്റാർട്ടിംഗ് കറണ്ട്, അതേപോലെ തന്നെ ലോ സ്ലിപ്പ്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളാണ് ക്ലാസ് എ. ക്ലാസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആസ് ബി എ പോലെ തന്നെ നോർമൽ സ്റ്റാർട്ടിംഗ് ടോർക്ക്, ലോവർ സ്റ്റാർട്ടിംഗ് കറണ്ട്, ലോവർ സ്ലിപ്പ്. ഇതാണ് ക്ലാസ് ബി എന്ന് പറയുന്നത്. ക്ലാസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതലാണ്, ലോ സ്റ്റാർട്ടിംഗ് കറണ്ട് കുറവാണ്. റൈറ്റ്. ക്ലാസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടോർക്കുള്ള ആളാണ് ആര്, ക്ലാസ് ഡി മോട്ടോഴ്സ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഹയസ്റ്റ് സ്ലിപ്പ്, ഹയസ്റ്റ് സ്റ്റാർട്ടിംഗ് കറണ്ട്, ലോ സ്റ്റാർട്ടിംഗ് കറണ്ട്, ഹയസ്റ്റ് ടോർക്ക്, ഹയസ്റ്റ് സ്ലിപ്പ്. അത് ആരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ക്ലാസ് ഡിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. Measuring instruments are classified based on their measuring accuracy. The precision and laboratory measuring devices are come under the class of 0.3 ക്ലാസ്സിലാണ് നമ്മൾ നോർമലി ലബോറട്ടറി ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വരുന്നത്. അതേപോലെ തന്നെ 0.5 അല്ലെങ്കിൽ 1 ഇതിലുള്ള മറ്റു 2 കാറ്റഗറി, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ മെഷറിങ്ങിന്, ലബോറട്ടറി അല്ല, ഇൻഡസ്ട്രിയൽ മെഷറിങ്ങിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷനാണ് ഇത് 0.5ഉം 1ഉം. അപ്പോൾ ഞാൻ ആക്യുറസി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് ഇവിടെ. ആക്യുറസി എന്താണ്? ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ വാല്യൂ ആയിട്ട് നമ്മളുടെ വാല്യൂ എത്ര ക്ലോസ് ആണ്, ക്ലോസ്നെസ് ടു ദ മെഷേർഡ് വാല്യൂ. നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ ആക്ച്വൽ വാല്യൂ ആയിട്ട് എത്ര അടുത്ത് നിൽക്കുന്നു എന്നുള്ളതിനെ പറയുന്ന പേരാണ് ആക്യുറസി. A triac when tested by an ohm meter will show a lower resistance in the order of 300 ohms. Then ട്രയാക്ക് നോർമലി ഓം മീറ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ട്രയാക്കിന് 3 ടെർമിനലുണ്ട്, MT2 ആൻഡ് MT1. MT2ൽ നമ്മൾ പോസിറ്റീവ് കണക്ട് ചെയ്യുന്നു, MT1ൽ നെഗറ്റീവ് കണക്ട് ചെയ്യുന്നു. ആ സമയത്ത് എന്തുണ്ടാവില്ല, കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. ഇനി നമ്മൾ MT2 ടു ഗേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി മാറും, അതൊരു ഫോർവേഡ് ഡയോഡ് ജംഗ്ഷൻ പോലെ ആക്ട് ചെയ്യും. അതേപോലെ MT1 നമ്മൾ പോസിറ്റീവും MT2 നെഗറ്റീവ് എടുത്താലും അവിടെയും എന്തില്ല, നമ്മളുടെ കറണ്ട് ഇല്ല. അപ്പോൾ ആ സമയത്തിന് നമ്മൾ വീണ്ടും MT2 ടു ഗേറ്റ് എടുത്താൽ ഫോർവേഡ് ഡയോഡ് ജംഗ്ഷൻ വരും. വിച്ച് മീൻസ് നമ്മൾ ലോ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ MT1 പോസിറ്റീവും ഗ്രൗണ്ട് നെഗറ്റീവാണ്, ഗേറ്റ് നെഗറ്റീവാണ്. 31. Dash is the measure of how much potential difference the insulation layer can withstand without breakdown. Dielectric strength ന്റെ ഡെഫിനിഷൻ ആണത്. Dielectric strength is the measure of how much potential, അത് ബ്രേക്ക് ഡൗൺ ഇല്ലാതെ എത്ര പൊട്ടൻഷ്യൽ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് dielectric strength.
The light output of a tin oxide sodium lamp. Tin oxide sodium lamp എന്ന് പറയുന്നത് ഇതൊരു ഹൈ പ്രഷർ സോഡിയം ലാമ്പാണ്. സോഡിയം ലാമ്പ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഹൈ പ്രഷർ സോഡിയം ലാമ്പ് ഉണ്ട്, അതേപോലെ തന്നെ ലോ പ്രഷർ സോഡിയം ലാമ്പ് ഉണ്ട്. ഹൈ പ്രഷർ സോഡിയം ലാമ്പിന്റെ ഇത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 120 to 200 ലൂമൻസ് പെർ വാട്ട് ആണ്. 120 to 200, അതിനിടയിൽ വരുന്ന വാല്യൂ നമുക്ക് 150 ആണ്. ഇവിടെ ഓപ്ഷനിൽ 150 ആണ്. ഇനി സപ്പോസ് ഇതേ സാധനം തന്നെ നമുക്ക് ലോ പ്രഷറിലാണ് വരുന്നതെങ്കിൽ അത് 67 to 120 ലക്സ് ആണ്. 67 to 120 ലൂമൻസ് പെർ വാട്ട് ആണ് ആയിരുന്നു വരുന്നത്, ലക്സ് അല്ല ലൂമൻസ് പെർ വാട്ട് ആണ് അത് ലോ പ്രഷർ ആയിരുന്നെങ്കിൽ. ഇനി ഇതല്ലാതെ നമുക്ക് വേറെ സോഡിയം വേപ്പർ ലാമ്പ് അല്ലാതെ നമുക്ക് മെർക്കുറി വേപ്പർ ലാമ്പ് ഉണ്ട്. മെർക്കുറി വേപ്പർ ലാമ്പിൻ്റെ 30 to 40 ആണ്. അതേപോലെ ഫ്ലൂറസൻ ലാമ്പിൻ്റെ 50 to 60 ആണ്. ഇൻകാൻഡസൻ ലാമ്പ് അത് 8 to 40 ആണ്. ഇത്രയാണ് ഓരോ ടൈപ്പ് ലാമ്പിൻ്റെയും ഔട്ട്പുട്ടുകൾ. The next one, the torque of a three-phase induction motor is proportional to torque of a three-phase motor is equal to 180 by 2 pi ns I square I2 square R2 by S, which mean T is proportional to അല്ലെങ്കിൽ T is proportional to E2 square, which is proportional to voltage square. Applied voltage ന്റെ സ്ക്വയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ് ടോർക്ക് എന്ന് പറയുന്നത്. റൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 34. ടാപ്പ് ചേഞ്ചിങ് ട്രാൻസ്ഫോമർ ആസ് യൂസ്ഡ് ഫോർ. ടാപ്പ് ചേഞ്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്, ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ചേഞ്ചിങ് യൂസ് ചെയ്യുന്നത്. ടാപ്പ് ചേഞ്ചിങ് ഈസ് യൂസ്ഡ് ഫോർ ടാപ്പ് ചേഞ്ചിങ് യൂസ് ടു റെഗുലേറ്റ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. റൈറ്റ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ടാപ്പിങ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടാപ്പിങ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ട്രാൻസ്ഫോമറിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെപ്പിംഗ് അപ്പും സ്റ്റെപ്പിംഗ് ഔട്ടും ചെയ്യാൻ പറ്റും. ഐ മീൻ സ്റ്റെപ്പിംഗ് അപ്പ് സ്റ്റെപ്പിംഗ് ഡൗണും ചെയ്യാൻ പറ്റും. കാരണം സ്റ്റെപ്പിംഗ് അപ്പ് സ്റ്റെപ്പിംഗ് ഡൗൺ ചെയ്യുന്ന നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി ടാപ്പ് ചേഞ്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബോത്ത് സ്റ്റെപ്പിംഗ് അപ്പ് ആൻഡ് സ്റ്റെപ്പിംഗ് ഡൗൺ ഓൺ ദി വോൾട്ടേജ്. വിച്ച് ഡി സി മോട്ടോർ ഹാവ് നെഗ്ലിജിബിൾ എഫക്ട് ഓൺ സ്പീഡ് വിത്ത് ഇൻക്രീസ് ടോർക്ക്. അതായത് സ്പീഡ് അഗെയിൻസ്റ്റ് ടോർക്ക് ഗ്രാഫ് നോക്കുകയാണെങ്കിൽ, സ്പീഡ് അഗെയിൻസ്റ്റ് ടോർക്ക് ഗ്രാഫ് നമുക്ക് ഓരോ മോട്ടറിൻ്റെ നോക്കുകയാണെങ്കിൽ ഷണ്ട് മോട്ടറിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റൻ്റ് ആണ്. അതായത് ലോഡ് കൂടുന്നതിനനുസരിച്ച് സ്പീഡ് ചെറിയ വേരിയേഷൻസേ വരുള്ളൂ. നെഗ്ലിജിബിൾ വേരിയേഷൻസ്. അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റൻ്റ് ആണ് ആർക്ക്, ഷണ്ട് മോട്ടറിന്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ. സീരീസ് മോട്ടറിനെ നോക്കുന്ന സമയത്ത് ലോഡ് കൂടുന്നതിനനുസരിച്ച് സ്പീഡ് കുറയും. ഇതാണ് സീരീസ് മോട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഡിഫറൻഷ്യൽ മോട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ടോർക്ക് കൂടുന്നതിനനുസരിച്ച് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. അത് നെഗ്ലിജിബിൾ ആണ്, വളരെ സ്മോൾ എമൗണ്ടിലാണ് എന്ത് ചെയ്യുക, ഇത് കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് ഡിഫറൻഷ്യൽ മോട്ടർ, ഇതാണ് ഷണ്ട് മോട്ടർ, ഇതാണ് സീരീസ് മോട്ടർ. മൂന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഗ്രാഫ്. In a pure inductive AC circuit, the average power is equal to 0 watt. Why? Because inductive circuit power എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Vm sin omega t into Im sin omega t plus pi by 2. ഇത് ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണ്, ലാഗ് ചെയ്യും. സോ sin omega t plus pi by 2 ആണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ Vm Im sin omega t ഇത് ചെയ്യുന്ന സമയത്ത് cos omega t. ഇതിനെ നമ്മൾ സൈൻ്റെ ടേമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ Vm Im by 2 sin 2 omega t എന്ന് വരും. sin 2 omega t. ഇത് സോൾവ് ചെയ്താൽ you will get it as 0. Clear? The part of an instrument which helps the leading and leading out the current to the moving coil. Leading in and leading out. ഇൻസ്ട്രുമെന്റിൽ കറണ്ടിന്റെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ പാർട്ട് ഓഫ് ഇൻസ്ട്രുമെന്റ് ഹെൽപ്സ് ഇൻ ലീഡിങ് ആൻഡ് ലീഡിങ് ഔട്ട്. കറണ്ടിന്റെ ലീഡിങ്ങിനും ലീഡിങ് ഔട്ടും കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ സ്പ്രിംഗ് ആണ്. സ്പിൻഡിൽ എന്ന് പറയുന്നത് നമ്മുടെ പോയിന്റർ ഇരിക്കുന്ന സ്ഥലമാണ്. കോപ്പർ ഓർ അലുമിനിയം ഡിസ്ക് എന്ന് പറയുന്നത് ഡാമ്പിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്. ജുവൽ ബിയറിംഗ് എന്ന് പറയുന്നത് അതിനെ ഫിക്സ് ചെയ്ത് വെക്കാനുള്ള, സ്പ്രിൻഡിലിനെ ഫിക്സ് ചെയ്ത് വെക്കാനുള്ള പാർട്ടാണ്. ഇപ്പോൾ ഈ കൺട്രോൾ സ്പ്രിങ് നോർമലി ഫോസ്ഫസ് ബ്രോൺസ് കൊണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ കൺട്രോൾ സ്പ്രിങ് കൺട്രോളിങ് ടോർക്കാണ് ഇൻസ്ട്രുമെന്റിന് കൊടുക്കുക. അതേപോലെ തന്നെ ഇതിന് 3 ടോർക്കുകൾ വേറെയുണ്ട്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, കൺട്രോളിംഗ് ടോർക്ക്, ഡാമ്പിംഗ് ടോർക്ക്. ഇങ്ങനെ 3 ടോർക്കുകളാണ് ആർക്കുള്ളത്, ഒരു ഇൻസ്ട്രുമെന്റിലുള്ളത്. അപ്പോൾ ഈ 3 ടോർക്കുകൾ ഡിഫ്ലക്ഷൻ ടോർക്ക് ഇൻസ്ട്രുമെന്റിനെ ഡിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, കൺട്രോളിംഗ് ടോർക്ക് ഇൻസ്ട്രുമെന്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും, ഡാമ്പിംഗ് ടോർക്ക് ഇൻസ്ട്രുമെന്റിനെ ഡാമ്പിംഗ് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡാമ്പിംഗ് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. റെഡി? Then question number 30. An outside micrometer
can measure thickness and outside diameter to an accuracy of outside micrometer accuracy എന്ന് പറയുന്നത് 0.01 ആണ്. വെർനിയർ 0.01 ആണ്. മറ്റൊന്നും നമുക്ക് അത്യാവശ്യമില്ല. When a secondary battery is charged at 2% to 3% of normal rate for a long period, it is known as trickle charging. അതിന് നമ്മൾ പറയുന്ന പേരാണ് trickle charging. സ്ലോ റേറ്റിൽ ലോങ് പീരീഡിൽ ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ trickle charging എന്ന് പറയുന്നത്. Then double cage induction motor are used to wear dash torque. നമ്മൾ പറഞ്ഞു ഡബിൾ കേജ് ഇൻഡക്ഷൻ മോട്ടറിന് ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ടും ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കും ലോ സ്റ്റാർട്ടിംഗ് കറണ്ടും ആണ് നമ്മൾ പറഞ്ഞു. സോ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആപ്ലിക്കേഷൻസിലാണ് ആരാ നമ്മൾ യൂസ് ചെയ്യുന്നത്? സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിനെ യൂസ് ചെയ്യുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വയറിംഗ് ഈസ് സർക്യൂട്ട് ഈസ് നോട്ട് അക്കോർഡൻസ് വിത്ത് ഐ റൂൾ. ഐ റൂളിൽ പെടാത്ത അല്ലെങ്കിൽ ഐ റൂളിൽ വരാത്ത വയറിംഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടണൽ വയറിംഗ് ആണ്. എന്തുകൊണ്ടാണ് ടണൽ വയറിംഗ് എഗെയിൻസ്റ്റ് ഐ റൂൾ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ സ്വിച്ചിനകത്ത് ഐ റൂൾ ഒരേ സ്വിച്ചിനകത്ത് എന്തുവരും? ഒരേ സ്വിച്ചിനകത്ത് ഫേസും ന്യൂട്രലും വരുന്നത് കൊണ്ടാണ് നമ്മൾ ടണൽ വയറിങ്ങിന് ഐ റൂൾ ഇല്ലാത്തതാണെന്ന് പറയും. The distance between two active sides of a coil under the adjacent dissimilar pole is called coil pitch. Distance between two active sides. ഒരു കോയിലിന്റെ രണ്ട് ആക്റ്റീവ് സൈഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് കോയിൽ പിച്ച് എന്ന് പറയുന്നത്. റൈറ്റ്. വൈൻഡിങ് പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോൾസ്. അതാണ് വൈൻഡിങ് പിച്ച്. അല്ലെങ്കിൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോൾസ്. പോൾ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അഡ്ജസന്റ് പോളുകൾക്ക്, ഇവിടെ പറഞ്ഞത് അഡ്ജസന്റ് ഒരു കോയിലിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡാണ്. ഇതേപോലെ രണ്ട് അഡ്ജസന്റ് പോളുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് പോൾ പിച്ച്. പിച്ച് ഫാക്ടർ എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെയും റേഷ്യോ, വൈൻഡിങ് പിച്ച് അഗെയിൻസ്റ്റ് പിച്ച് ഫാക്ടർ ഈസ് കോൾഡ് വൈൻഡിങ് പിച്ച് അഗെയിൻസ്റ്റ് പോൾ പിച്ച്. വൈൻഡിങ് പിച്ച് ബൈ പോൾ പിച്ച് ഈസ് കോൾഡ് ആസ് പിച്ച് ഫാക്ടർ. റൈറ്റ്. For the blocked rotor test of a three-phase induction motor, the supply voltage should be limited to less than 5%. Supply voltage should be less than 5%. Blocked rotor test നമ്മൾ normally it's actually a short circuit test പോലെ തന്നെയാണ് blocked rotor test എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഫുൾ ലോഡ് കോപ്പർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്ലോക്ക് റോട്ടർ ടെസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ കോൺസ്റ്റന്റ് ലോസുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ആണ്, ഇത് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ആണ്. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിൽ നമ്മൾ ഫുൾ ലോഡ് കോപ്പർ ലോസും, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൽ നമ്മൾ കോൺസ്റ്റന്റ് ലോസും. ഇതല്ലാതെ വേറെ ഒരു പർപ്പസും കൂടെ ഉണ്ട്. നമുക്ക് ആർക്ക്? ഷോർട്ട് സർക്യൂട്ടിനും അതേപോലെ തന്നെ ഓപ്പൺ സർക്യൂട്ടിനും. ബ്ലോക്ക് റോട്ടർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷണ്ട് ബ്രാഞ്ച് പാരാമീറ്റർ ഇതിന്റെ ഇക്വലന്റ് ഡയഗ്രം വരയ്ക്കുന്ന സമയത്ത് ഷണ്ട് ബ്രാഞ്ച് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലോക്ക് റോട്ടർ ടെസ്റ്റ് ചെയ്യുന്നത്. ഓപ്പൺ സർക്യൂട്ട് ചെയ്യുന്നത് സീരീസ് ബ്രാഞ്ച് സർക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓപ്പൺ സർക്യൂട്ട് ചെയ്യുന്നത്. സീരീസ് ബ്രാഞ്ചും ഷണ്ട് ബ്രാഞ്ചും. ഓക്കെ, ഇത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് the amount of heat required to increase the temperature of 1 kilogram of water through 1 degree Celsius is 1000 calorie. പക്ഷെ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് കലോറി ബേസ് ചെയ്തിട്ടല്ല, ജൂൾ ബേസ് ചെയ്തിട്ടാണ്. 1000 കലോറിയാണ്. ഒരു കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.187 ജൂൾ ആണ്. ഒരു കലോറി എന്ന് പറയുന്നത് 4.187 ജൂൾ ആണ്. അപ്പോൾ 1000 കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഇൻറ്റു 1000 4187 ജൂൾ. 1000 കലോറീസ് 4187 ജൂൾ. ഓപ്ഷൻ ബി. അഡ്മിറ്റൻസ് ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ഇംപിഡൻസ്. ഇംപിഡൻസിന്റെ റെസിപ്രോക്കൽ ആണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്മിറ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടൻസിന്റെ റെസിപ്രോക്കൽ ആണ്. The damping winding in a synchronous motor is generally used. Damping winding in generally യൂസ് ചെയ്യുന്നത് രണ്ട് പർപ്പസ് ആണ്. ഡാമ്പിംഗ് വൈൻഡിംഗ് ഉള്ളത് ഒന്ന് ഹണ്ടിങ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമത്തെ പർപ്പസ്. എന്താണ് ഹണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഹണ്ടിങ് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് വേരി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സപ്ലൈ ഫ്രീക്വൻസി വേരി ചെയ്യുന്ന സമയത്ത് മോട്ടറിനുണ്ടാകുന്ന സിറ്റുവേഷനാണ് നമ്മൾ ഹണ്ടിങ് എന്ന് പറയാം. അതായത് ലോഡ് വേരിയേഷനും അതല്ലെങ്കിൽ സപ്ലൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിന് ആ സിറ്റുവേഷനാണ് നമ്മൾ ഹണ്ടിങ് എന്ന് പറയുന്നത്. ഈ ഹണ്ടിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാമ്പിംഗ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മോട്ടോറിനെ സെൽഫ് സ്റ്റാർട്ടിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാമ്പിംഗ് വൈൻഡിങ് യൂസ് ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ പർപ്പസ്. ഒന്ന് ഹണ്ടിങ് പ്രിവെൻറ്റ് ചെയ്യാൻ, അതേപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഡാമ്പിംഗ് വൈൻഡിങ്ങിൻ്റെ അപ്ലിക്കേഷൻ. വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റേഴ്സ് ആർ VDR, വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റേഴ്സ് VDR ഓർ അല്ലെങ്കിൽ വാരിസ്റ്റേഴ്സ് നോർമലി യൂസ്ഡ് ആസ് സപ്രസ് സർജസിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ VDR നോർമലി യൂസ് ചെയ്യുക. വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് VDR അല്ലെങ്കിൽ വാരിസ്റ്റർ എന്ന് പറയാം. ഇത് നോർമലി സിലിക്കൺ കാർബൈഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സിലിക്കൺ കാർബൈഡ് എന്ന് പറയുന്നത് സിലിക്കണിൻ്റെയും കാർബണിൻ്റെയും ഒരു മിക്സ്ചറാണ്. ഇൻ എ DC ജനറേറ്റർ ബ്രഷ് ഷിഫ്റ്റിംഗ് ഈസ് ഡൺ ടു. ബ്രഷ് ഷിഫ്റ്റിംഗ് ചെയ്യുന്നത് നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിന ഉണ്ട്. ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഫ്ലക്സിൻ്റെ മുകളിലുള്ള എഫക്റ്റിനെ പറയുന്ന പേരാണ് ആർമേച്ചർ റിയാക്ഷൻ. അതിന് രണ്ട് എഫക്റ്റ് ആണുള്ളത്. ഒന്ന് ഡീമാഗ്നറ്റൈസേഷൻ എഫക്റ്റും അതേപോലെ തന്നെ ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്റ്റും. ഇതിൽ ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രഷ് ഷിഫ്റ്റിംഗ്. അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രഷ് ഷിഫ്റ്റിംഗ് ചെയ്യുക. അതേപോലെ ഡീമാഗ്നറ്റൈസേഷൻ എഫക്റ്റ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് യൂസ് ചെയ്തിട്ടാണ് ഡീമാഗ്നറ്റൈസേഷൻ എഫക്റ്റ് ഒഴിവാക്കുന്നത്. ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യുന്നത് ബ്രഷിനെ ഷിഫ്റ്റ് ചെയ്തിട്ടാണ്. ടു കൺട്രോൾ എ ലാമ്പ് ഫ്രം 4 പൊസിഷൻ ഹൗ മെനി സ്വിച്ചസ് യു നീഡ്? 4 പൊസിഷനിൽ വേണം. അപ്പോൾ 2 സ്വിച്ച് ഔട്ടറിൽ ഒരു 2-way സ്വിച്ച് 2 അവിടെ വെക്കണം. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഇന്റർമീഡിയറ്റ് സ്വിച്ചും വെക്കണം. പുറത്ത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് 2 2-way സ്വിച്ചും അതിനിടയിൽ നടുവിലൊക്കെ ഇന്റർമീഡിയറ്റ് സ്വിച്ചും, 2 ഇന്റർമീഡിയറ്റ് സ്വിച്ചും 2 2-way സ്വിച്ചും. ദ ഫ്യൂസിംഗ് ഫാക്ടർ ഓഫ് ആൻ HRC ഫ്യൂസ്. ഫ്യൂസിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മിനിമം ഫ്യൂസിംഗ് കറണ്ട് against it's the ratio of minimum fusing current to the current rating of fuse. ഫ്യൂസിൻ്റെ കറണ്ട് റേറ്റിംഗും അതേപോലെ മിനിമം ഫ്യൂസിംഗ് കറണ്ടിൻ്റെയും റേഷ്യോയെ പറയുന്ന പേരാണ് ഫ്യൂസിംഗ് ഫാക്ടർ. HRC ഫ്യൂസിൻ്റെ ഫ്യൂസിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് 1.1. Then low and medium voltage underground cables should be laid at the depth of 0.75 meter. സപ്പോസ് ഇത് ഹൈ വോൾട്ടേജ് ആയിരുന്നെങ്കിൽ അപ് ടു 11 kV ആണെങ്കിൽ 0.9 മീറ്റർ. 11 kV 22 kV അല്ലെങ്കിൽ 33 kV ഒക്കെ ആണെങ്കിൽ അത് അപ് ടു 11 kV ആണെങ്കിൽ 0.9 മീറ്റർ. ദാറ്റ് ഹൈ വോൾട്ടേജ് ആവുന്ന സമയത്ത് 22 kV 33 kV ഒക്കെ ആണെങ്കിൽ 1.05 മീറ്റർ. ഇനി ഇതൊരു റോഡ് ക്രോസ് ചെയ്യുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ റെയിൽ ട്രാക്ക് ക്രോസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അത് 1 മീറ്റർ. ഇതാണ് നമ്മളുടെ ഗ്രൗണ്ട് സർഫസിൻ്റെ ട്രെഞ്ചിൻ്റെ ഡെപ്ത്. Then for a low, ഇത് 0.75 കേട്ടോ. For a low and medium voltage overhead lines, the minimum clearance above ground which is erected across a street shall not be less than. ഇത് ഐ റൂളാണ്. ഐ റൂള് സെക്ഷൻ നമ്പർ 77. ഐ റൂള് സെക്ഷൻ നമ്പർ 77 വഴിയിട്ട് across a street for 5.8 മീറ്റർ. അത് HV ലൈൻ ആണെങ്കിൽ അത് 6.1 മീറ്റർ. ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ആണെങ്കിൽ 5.8, അത് HV ആണെങ്കിൽ ഹൈ വോൾട്ടേജ് ആണെങ്കിൽ അത് 6.1 മീറ്റർ. സപ്പോസ് ഇത് അക്രോസ് എ സ്ട്രീറ്റിന് പകരം എലോങ് എ സ്ട്രീറ്റ് ആണെന്ന് വിചാരിക്കാം. എലോങ് സ്ട്രീറ്റ് ആണെങ്കിൽ ഇത് 5.5 മീറ്ററും 5.8 മീറ്ററും ആയിരിക്കും. ഇത് മീഡിയം വോൾട്ടേജ്, ലോ വോൾട്ടേജ്, ഇത് ഹൈ വോൾട്ടേജ്. ഇനി ഇതല്ലാതെ മറ്റ് സിറ്റുവേഷൻസിൽ, ഇതല്ലാതെ അക്രോസ് ദ സ്ട്രീറ്റ് അലോങ് സ്ട്രീറ്റ് അല്ലാതെ വേറെ ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ അത് ബെയർ കണ്ടക്ടർ ആണെങ്കിൽ 4.6 മീറ്റർ, അത് ഇൻസുലേറ്റഡ് കണ്ടക്ടർ ആണെങ്കിൽ അത് 4 മീറ്റർ, ഹൈ വോൾട്ടേജ് ആണെങ്കിൽ അത് 5.2 മീറ്റർ. ഇതാണ് ക്ലിയറൻസ്, ഗ്രൗണ്ട് ക്ലിയറൻസ്. ദെൻ ഇന്ന കപ്പാസിറ്റൻസ് സ്റ്റാർട്ട് ഇത് 5.8 5.791 മീറ്റർ. ഇത് അറിയില്ല, ഇതേപോലെ ഈ റൂളിൽ 5.8 എന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ 1 മീറ്റർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 5.791 മീറ്റർ എന്ന് കൊടുത്തതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് അറിയില്ല. ആക്ച്വലി ഇറ്റ്സ് വാല്യൂ ഇസ് 5.8 മീറ്റർ. ഡയറക്ട്ലി 5.8 മീറ്റർ എന്ന് തന്നെയാണ് ഈ റൂൾ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
In capacitor start, capacitor run motor, the capacitors used are capacitor start, capacitor run motor starting നാകത്ത് രണ്ട് capacitors ഉണ്ടാവും. അത് സ്റ്റാർട്ടിങ്ങിൽ രണ്ട് കപ്പാസിറ്ററും പാരലൽ ആയിട്ട് വർക്ക് ചെയ്യും. അതിൽ ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആയിരിക്കും, വേറെ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഓയിൽ ഫിൽഡ് കപ്പാസിറ്റർ ആയിരിക്കും. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന്റെ വാല്യൂ കൂടുതലായിരിക്കും, ഓയിൽ ഫിൽഡ് കപ്പാസിറ്ററിന്റെ വാല്യൂ കുറവായിരിക്കും. അതായത് ലാർജ് വാല്യൂ ഓഫ് കപ്പാസിറ്റർ ഓഫ് ഇലക്ട്രോലൈറ്റിക് ടൈപ്പ് ആൻഡ് സ്മോളർ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ഓഫ് ഓയിൽ ഫിൽഡ് ടൈപ്പ്. While erecting a pole, the depth of the pit below the ground level in normal soil should be about 1/6 of the length of the pole. ഇതും സ്റ്റാൻഡേർഡ് റൂൾ ആണ്. റൈറ്റ്, ഇത് ഹെവി പോളാണെന്ന് വിചാരിക്കുക. ഹെവി പോളാണെങ്കിൽ ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 feet ആണ്. അറ്റ്ലീസ്റ്റ് 2 feet. In an AC operated relay, the purpose of shading coil placed near the tip of the magnetic pole face is to eliminate chatter. Chatter means noise എന്നാണ് അർത്ഥം. നോയ്സ് എന്നാണ് അർത്ഥം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷെയ്ഡിംഗ് കോയിൽ യൂസ് ചെയ്യുന്നത്. ഷെയ്ഡിംഗ് കോയിൽ യൂസ് ചെയ്യുന്നത്. The test of an ammeter armature, test of an armature for short circuit coil, അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രൗളർ ആണ്. ഈസ് യൂസ്ഡ് അലോങ് വിത്ത്, ഗ്രൗളറിന്റെ കൂടെ യൂസ് ചെയ്യുന്നത് ഹാക്സോ ബ്ലേഡ് ആണ്. ഹാക്സോ ബ്ലേഡും ഗ്രൗളറും യൂസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്. The type of firing instrument used to where liquefied gas is on a fire is, നമുക്ക് 4 ടൈപ്പ് ഫയർ ഉണ്ട്, A, B, C, D. വുഡ്, പേപ്പർ പോലെയുള്ള സോളിഡ് ഫയർ ആണെങ്കിൽ അതിനെ ക്ലാസ് എ ഫയർ എന്ന് പറയും. അത് നമ്മൾ എക്സ്റ്റിങ്വിഷ് ചെയ്യുന്നത് കൂളിംഗ് വാട്ടർ കൂളിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് എക്സ്റ്റിങ്വിഷ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ക്ലാസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ബേസ്ഡ് അല്ലെങ്കിൽ ലിക്വിഫയബിൾ സോളിഡ് ആണ് നമ്മൾ ക്ലാസ് ബി എന്ന് പറയുക. അത് CO2 യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്റ്റിങ്വിഷ് ചെയ്യുന്നത്. ഗ്യാസസ് അല്ലെങ്കിൽ ലിക്വിഫയബിൾ ഗ്യാസസ് ആണെങ്കിൽ അത് ക്ലാസ് സി ഫയറിൽ വരും. അത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഡ്രൈ പൗഡർ എക്സ്റ്റിങ്വിഷറാണ്. അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ക്ലാസ് ഡി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെറ്റൽ ഫയർ ആണ്. ഇവിടെ നമ്മൾ നോർമലി യൂസ് ചെയ്യുക ഒന്നെങ്കിൽ ഫോം അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഹാലണ്, ഫോം അല്ല, കാർബൺ ഡൈ ഓക്സൈഡ്, ഹാലണ് പോലെയുള്ള ഡ്രൈ പൗഡർ പോലെയുള്ള ആളുകളാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ക്ലാസ് ഡിയിൽ യൂസ് ചെയ്യുന്നത്. എർത്തിങ് വൺ ഓഫ് ദി വയർ ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റം ടു ലിമിറ്റ് ദ മാക്സിമം വോൾട്ടേജ് ടു എർത്ത് അണ്ടർ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ഈസ് നോൺ ആസ് എർത്തിങ് വൺ ഓഫ് ദ വയർ ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റം. ഇറ്റ് ഇസ് കോൾഡ് സിസ്റ്റം എർത്തിങ്. എക്യുപ്മെന്റ് ബോഡി ആണെങ്കിൽ അതിന് എക്യുപ്മെന്റ് എർത്തിങ്, ജനറേറ്റർ ആണെങ്കിൽ ജനറേറ്റർ എർത്തിങ്, സബ്സ്റ്റേഷനിലെ എർത്തിങ്ങിനെ സബ്സ്റ്റേഷൻ എർത്തിങ് എന്നൊക്കെ പറയും. To measure the earth electrode resistance, the current and pressure spikes of the earth resistance tester are to be driven into the ground at the distance of 15 meter above from the main electrode under test. ഇതിനെയാണ് fall of potential method എന്ന് പറയും. fall of potential method. മിനിമം 15 മീറ്റർ ആണ്. 15 മീറ്റർ ആൻഡ് എബോവ് എന്നാണ് പറയുന്നത്. ഇവിടെ PSC കൊടുത്ത ആൻസർ 25 മീറ്റർ ആൻഡ് 12.5 മീറ്റർ ആണ് കേട്ടോ. The type of joint used for overhead lines for tapping the electrical energy perpendicular to the service line is called Britannia T-joint. അതായത് ഓവർഹെഡ് ലൈൻസിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു സർവീസ് ലൈൻ എടുക്കാൻ വേണ്ടിയുള്ള ജോയിന്റ് ആണ് ബ്രിട്ടാനിയ ടി ജോയിന്റ്. ഇതല്ലാതെ മറ്റൊന്ന് നോട്ടഡ് ജീൻ എന്ന് പറയുന്നത് ടെൻസൈൽ സ്ട്രെങ്ത്തുള്ള ജോയിന്റ് കണ്ടീഷനിൽ നല്ല ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള ജോയിന്റുകൾക്കാണ് നമ്മൾ നോട്ടഡ് ടാപ്പ് ജോയിന്റ് യൂസ് ചെയ്യുക. ഏരിയൽ എന്ന് പറയുന്നത് ടെമ്പററി ടാപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഏരിയൽ ടാപ്പ് ജോയിന്റ് എന്ന് പറയുന്നത്. റെഡി. ബ്രാഞ്ച് കണ്ടക്ടറിനെ മെയിൻ കണ്ടക്ടറായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി ടി ജോയിന്റുകൾ യൂസ് ചെയ്യുക. ബ്രാഞ്ച് കണ്ടക്ടറിനെ മെയിൻ ജോയിന്റിലേക്ക് യൂസ് ചെയ്യാൻ, ബ്രാഞ്ച് ടു മെയിൻ കണ്ടക്ടർ. ഓക്കെ. According to BIS and NEC, the clearance between the bottom point of the ceiling fan and the floor shall be not less than 2.4 meter. അതേപോലെ തന്നെ ഇതും റൂളാണ്, ഈ റൂളാണ്. അതേപോലെ തന്നെ ഇത് സീലിംഗിൽ നിന്നും ഫാൻ ബ്ലേഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 300 mm. റൈറ്റ്, മിനിമം ആണ്. If the firing angle in an SCR rectifier is increased, the output is. ഫയറിംഗ് ആംഗിൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിൽ, നമ്മൾ ഫയറിംഗ് ആംഗിൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജിൽ എന്ത് സംഭവിക്കും? നോർമലി ചോപ്പിംഗ് സർക്യൂട്ട് ആണത്. ഔട്ട്പുട്ട് വോൾട്ടേജിൽ ചോപ്പിംഗ് കൂടുതലായിട്ട് കൂടും. ഔട്ട്പുട്ട് വോൾട്ടേജിൽ ചോപ്പിംഗ് കൂടുതലാകും. അപ്പോൾ ചോപ്പിംഗ് കൂടുതലാവുന്ന സമയത്ത് നമ്മുടെ ഔട്ട്പുട്ട് എന്താകും? കുറയും. അതാണ് SCRന്റെ ഫയറിംഗ് ആംഗിൾ കൂട്ടിയാൽ സംഭവിക്കുക. ചോപ്പിംഗ് കൂടും. ചോപ്പിംഗ് കൂടുന്ന സമയത്ത് ഔട്ട്പുട്ട് ഇൻപുട്ടിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറയും.
Which electrode of the CRT mainly controls the brightness of the image on the screen? CRTക്കകത്ത് ഒരുപാട് ഇലക്ട്രോഡുകളുണ്ട്. ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്, കൺട്രോൾ ഇലക്ട്രോഡ് ഉണ്ട്, ഫോക്കസിംഗ് ഇലക്ട്രോഡ്. ഇതൊക്കെ CRTക്കകത്തുള്ള ഇലക്ട്രോഡുകളാണ്. അതിനകത്ത് ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡാണ് കൺട്രോൾ ഗ്രിഡ്. അതേപോലെ ആനോഡിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോൺസിനെ ആക്സിലറേറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആനോഡിനെ പറയുന്ന പേരാണ് ആക്സിലറേറ്റിംഗ് ഇലക്ട്രോഡ്. ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആനോഡ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാഥോഡ് യൂസ് ചെയ്യുന്നത്. ഫോക്കസിംഗ് ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത് ഫ്ലൂറസെന്റ് സ്ക്രീനിലേക്ക് നമ്മൾ ഈ ഇലക്ട്രോണിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഇലക്ട്രോണിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലൂറസെന്റ് സ്ക്രീനിനകത്തേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫോക്കസിംഗ് ഇലക്ട്രോഡ്. ആനോഡ് ആക്സിലറേറ്റിംഗ് ഇലക്ട്രോഡാണ്. ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ ഗ്രിഡാണ്. അതേപോലെ തന്നെ കാഥോഡ് ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോഡാണ്. Efficiency of a transformer is maximum when copper loss is equal to iron loss. Copper lossum iron lossum equal ആവുന്ന സമയത്താണ് നമ്മളുടെ efficiency maximum ആവുന്നത്. For the parallel operation of transformer, the phase sequence must be identical. Otherwise, during the cycle, parallel operation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ട്രാൻസ്ഫോമറുകൾ, രണ്ടോ അതിലധികമോ ട്രാൻസ്ഫോമറുകളെ ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് പാരലൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ പാരലൽ ഓപ്പറേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് സെയിം ഫേസ് ആംഗിൾ ആയിരിക്കണം, സെയിം പൊളാരിറ്റി ആയിരിക്കണം, സെയിം ഫേസ് സീക്വൻസ് ആയിരിക്കണം, സെയിം ഫ്രീക്വൻസി ആയിരിക്കണം. സെയിം ഫേസ് ആംഗിൾ, സെയിം പൊളാരിറ്റി, സെയിം ഫേസ് സീക്വൻസ്, സെയിം ഫ്രീക്വൻസി. ഈ 4 കണ്ടീഷനാണ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഫേസ് സീക്വൻസ് ഐഡൻറ്റിക്കൽ അല്ല എങ്കിൽ ഈച്ച് പെയർ ഓഫ് ഫേസസ് ഷോർട്ട് സർക്യൂട്ട് ആവും. ഓരോ പേരും എന്ത് സംഭവിക്കും? ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കും. A 2-layer lap wound 4-pole generator with 16 coil have the pole pitch. Pole pitch നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. Pole pitch എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ winding pitch divided by that is pitch factor. Number of conductors divided by number of poles. Number of conductors divided by number of poles is called a pole pitch. നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 16 കോയിൽസ് ഉള്ള ആളാണ്. 16 കോയിൽസ് അതിൽ 2 ലെയർ വൈൻഡിങ് ആണ്. അപ്പോൾ 16 കോയിൽ ഇൻറ്റു 2 ലെയർ മൊത്തം 32 കണ്ടക്ടേഴ്സ് ഇതിനകത്തുണ്ടാവും. 16 ഇൻറ്റു 32 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് 4 ആണ്. 32 ഡിവൈഡ് ബൈ 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 8. പോൾ പിച്ച് എന്ന് പറയുന്നത് 8 ആണ്. The maximum safe temperature for class F insulating material is, നമുക്ക് പല ടൈപ്പ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉണ്ട്. അതിനകത്ത് Y ഒരു ക്ലാസ് ഇൻസുലേറ്റർ ആണ്. അതിൻ്റെ 90 ഡിഗ്രി സെൽഷ്യസ്, A 105 ഡിഗ്രി സെൽഷ്യസ്, E 120 ഡിഗ്രി സെൽഷ്യസ്, B 130 ഡിഗ്രി സെൽഷ്യസ്, F 155 ഡിഗ്രി സെൽഷ്യസ്, H 180 ഡിഗ്രി സെൽഷ്യസ്, C above 180 ഡിഗ്രി സെൽഷ്യസ്. ഇതൊക്കെ പല ടൈപ്പ് ഓഫ് ഇൻസുലേറ്റിംഗ് ക്ലാസ്സസ് ആണ്. Y, A, E, B, F, H, C എന്നൊക്കെ പറയുന്നത്. ഇതിനകത്ത് എഫിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 150 ഡിഗ്രി സെൽഷ്യസ്. The ratio of intensity of magnetization to the magnetic force is known as susceptibility. It's a definition of susceptibility. While testing the field coil connected by compass method, the DC voltage applied to the coil is 10 to 20% of rated voltage. These are actually fixed values ഒക്കെയാണ് ക്വസ്റ്റ്യൻ കുറേ ചോദിച്ചത്. കുറേ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓൺലൈൻ ക്വസ്റ്റ്യൻ എക്സാം ആവുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. The relays which are capable of maintaining their contacts in the last assembled position after the power is cut off are, അതിനെയാണ് ലാച്ചിങ് റിലേ എന്ന് പറയുക. ലാച്ചിങ് എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കാൻ പറ്റും. ലാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു വെക്കുക. മെയിൻറ്റെയിനിങ് ദെയർ കോൺടാക്ട്സ് ഇൻ ദ ലാസ്റ്റ് അസ്യൂംഡ് പൊസിഷൻ, അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന, ലാച്ച് ചെയ്യാൻ പറ്റുന്ന റിലേ ആണ് ലാച്ചിങ് റിലേ എന്ന് പറയുന്നത്. തെർമൽ റിലേ എന്ന് പറയുന്നത് ഓവർ ഹീറ്റഡ് കണ്ടീഷനിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തെർമൽ റിലേ എന്ന് പറയുന്നത്. റീഡ് റിലേ എന്ന് പറയുന്നത് ഇതിനകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക്സ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് ഒരുപാട് റീഡ്സ് ഉണ്ടാവും. ആ റീഡ്സ് ബേസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. മെക്കാനിക്കൽ സ്ട്രെങ്ത്തിലൂടെ സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്തങ്ങായിട്ട് വരുന്നതിനെയാണ് ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ എന്ന് പറയുന്നത്. ഇൻ ലാർജ് മോട്ടോർ ജനറേറ്റർ സെറ്റ്സ് ദ എ സി മോട്ടോർ യൂസ്ഡ് ഈസ് ലാർജ് മോട്ടോർ ജനറേറ്റർ സെറ്റ്, എം ജി സെറ്റിനകത്ത് എ സി മോട്ടോർ യൂസ് ചെയ്യുന്നത് സിൻക്രണസ് മോട്ടോറുകളാണ്. ടു കൺവേർട്ട് വോൾട്ടേജ്, ഫേസ്, ഫ്രീക്വൻസി, പവർ. അതായത് പവറിൻ്റെ വോൾട്ടേജിനെയും ഫേസിനെയും ഫ്രീക്വൻസിയെയും കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിൻക്രണസ് മോട്ടോർ. A wattmeter measures active power. A series resonance circuit is known as acceptor circuit. Series resonance circuit ne parayna perana acceptor circuit because it will be maximum current. Acceptor circuit pratyekadha endanu vechu kayinjal
മാക്സിമം കറണ്ടും മിനിമം ഇമ്പിഡൻസും ആയിരിക്കും. മാക്സിമം കറണ്ടും അതേപോലെ തന്നെ മിനിമം ഇമ്പിഡൻസും ആയിരിക്കും. വിത്ത് 2 wattmeter method of 3-phase power measurement, if 1 wattmeter gives negative indication, then power factor will be. വാട്ട്മീറ്ററിൽ 2 wattmeter മെത്തേഡിൽ നമുക്ക് 3 പവർ ഫാക്ടർ സിറ്റുവേഷൻ വരാറുണ്ട്. ഒന്ന് യൂണിറ്റി പവർ ഫാക്ടർ വരികയെന്ന് വിചാരിച്ചു. യൂണിറ്റി പവർ ഫാക്ടർ വരികയാണെങ്കിൽ 2 വാട്ട്മീറ്ററും ഈക്വൽ റീഡിംഗ് കാണിക്കും. അതേപോലെ തന്നെ പവർ ഫാക്ടർ 0.5 ആണെങ്കിൽ 1 വാട്ട്മീറ്റർ 0 ആയിരിക്കും, 1 വാട്ട്മീറ്റർ 0 ആയിരിക്കും കാണിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന കണ്ടീഷൻ, ഒരു വാട്ട്മീറ്റർ നെഗറ്റീവ് ആണെങ്കിൽ പി എഫ് ഈസ് ലെസ് ദാൻ 0.5 മീറ്റർ. ആ സമയത്ത് നമ്മൾ കറണ്ട് കോയിൽ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്ത് കൊടുക്കണം. എ മൂവിംഗ് കോയിൽ അമ്മീറ്റർ ഹാവിംഗ് ദ റെസിസ്റ്റൻസ് ഓഫ് 10 ohm gives a full scale deflection when the current is 5 milliampere through it. If the instrument to be used to measure current up to 1 ampere, then ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ 5 milliampere ആണ്, അതിൻ്റെ റെസിസ്റ്റൻസ് 10 ohm ആണ്. അങ്ങനെയാണെങ്കിൽ 1 ampere മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് എങ്ങനെ കണക്ട് ചെയ്യണം? റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യണം. അതിന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യണം. അതിന് എത്ര വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ അമ്മീറ്റർ പാരലായിട്ട് കണക്ട് ചെയ്യണം. ഇത് ക്വസ്റ്റ്യൻ ആക്ച്വലി നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പാരലായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അമ്മീറ്ററിന് പാരലായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി. എങ്കിലും ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഷണ്ട് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു മീറ്റർ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ I/Im -1, ദാറ്റ്സ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ I മീൻസ് എത്രയാണ് മെഷർ ചെയ്യേണ്ടത്? 1 ഡിവൈഡഡ് ബൈ എത്രയാണ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ? 5 milliampere -1. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.526. 506 അല്ല, 502 അല്ല, 0.526 ആണ് എൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. The instrument which give the value of quantity to be measured in terms of deflection and instruments constant are called absolute instruments. രണ്ട് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആണുള്ളത്, absolute instruments ഉം secondary instruments. ഡിഫ്ലക്ഷൻ ഡയറക്റ്റ് ആയിട്ട് തരികയാണെങ്കിൽ അത് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയും. അത് ഡിഫ്ലക്ഷനും ഇൻസ്ട്രുമെന്റ് കോൺസ്റ്റന്റും ആയിട്ട് തന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയും. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റ്സ് ഡയറക്റ്റ് ആയിട്ട് റീഡിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്ത് തരികയാണെങ്കിൽ അതിന് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയും. ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള മെഷർമെന്റ് വാല്യൂം അടുത്ത മെഷർഡ് വാല്യൂ അടുത്ത വാല്യൂസ് എല്ലാം ആഡ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് തരികയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ആർ കോൾഡ് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്. എനർജി മീറ്റർ ഒരു ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. എ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഈസ് എൻക്ലോസ്ഡ് ഇൻസൈഡ് ആൻ അയൺ കേസ്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് അയൺ കേസിലാണ് നമ്മൾ നോർമലി എൻക്ലോസ് ചെയ്യുന്നത്. ഇത് മാഗ്നറ്റിക് ഫ്ലക്സിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി ഇത് ചെയ്യുന്നത്. The cell voltage of a lithium cell is, lithium cellന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 2.8 ആണ്, 2.5 to 3.6. ഇതാണ് കറക്റ്റ് ആൻസർ. 2.8 വോൾട്ട് ആണ്. മെർക്കുറി സെല്ലിൻ്റെത് 1.4 ആണ്. സിങ്ക് ക്ലോറൈഡ് സെല്ലിൻ്റെത് 1.5 ആണ്. കാർബൺ സിങ്ക് സെല്ലിൻ്റെത് 1.5 ആണ്. The illumination is directly proportional to the cosine of the angle made by normal to the illuminated surface with the direction of the incident flux. This statement is associated with the Lombard cosine law. Lombard cosine law. In a drill, dash helps to form the cutting edge. ഇതൊരു മെക്കാനിക്കൽ സൈഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമുക്ക് ഇലക്ട്രീഷ്യൻ്റെ നിമീരിയ ടെക്സ്റ്റിനകത്ത് ടൂൾസ് ഉള്ളത് കൊണ്ട് അതിൽ വരുന്നൊരു സാധനമാണ്. നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടാവുക. എന്നിട്ട് ഇതിന് കട്ടിങ് ഉണ്ടാവും. ഇതാണ് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ പോർഷനെ പറയുന്ന പേരാണ് ടാങ്ക്. ഈ പോർഷനെ പറയുന്ന പേരാണ് ടാങ്ക്. ഈ പോർഷനാണ് നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ്റെ ഹോളിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത്. ഈ പോർഷനെ പറയുന്ന പേരാണ് ഷാങ്ക്. ഡ്രില്ലിംഗ് മെഷീനിലേക്ക് കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ഷാങ്ക് എന്ന് പറയുന്നത്. ഇത് ലോക്കിംഗ് ആയി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാങ്ക് യൂസ് ചെയ്യുക. ഇതിനാണ് ഷാങ്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് കട്ടിംഗ് എഡ്ജ് ഹെൽപ്സ് ടു ഫോം കട്ടിംഗ് എഡ്ജ്. ഈ ഒരു പോർഷനെ പറയുന്ന പേരാണ് ഫ്ലൂട്ട്സ്. ഇതിൻ്റെ ഈ ഒരു പോർഷനെ, അതിൻ്റെ എക്സ്റ്റൻഷനെ പറയുന്ന പേരാണ് ലാൻഡ്. ഫ്ലൂട്ടിനെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളതാണ് ലാൻഡ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഡ്രില്ലിംഗ് മെറ്റീരിയലിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. അങ്ങനെ ആകുന്ന സമയത്ത് എല്ലാ ടൂൾസിൻ്റെയും ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ ഒരു പക്ഷേ പഠിച്ചു വെക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. അത് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള 80 ക്വസ്റ്റ്യൻസ്. ഇത് 2015 നടന്നൊരു ക്വസ്റ്റ്യൻ എക്സാമാണ്. അതുകൊണ്ട് തന്നെ അന്ന് 20 ചോദ്യങ്ങൾ കേരള നവോത്ഥാനം അല്ലെങ്കിൽ ജനറൽ നോളജ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ സെക്ഷൻ ഇല്ല. അതുകൊണ്ട് ബാക്കി 20 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 ക്വസ്റ്റ്യൻസ്. പറഞ്ഞതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഐ തിങ്ക് ഈ ക്വസ്റ്റ്യനിൽ കുറച്ച് ഒരു ഹയർ ലെവലൊന്നും അല്ല, പക്ഷെ കുറച്ച് ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, താങ്ക് യു.